എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ മൂന്നാമത്തെ നന്മ എന്തെന്നറിയോ? عن أم الدرداء رضي الله تعالى عنه قالت حدثني سيدي أنه سمع رسول الله صلى الله عليه وسلم يقول من دعا لأخيه بظهر الغيب قال الملك المؤكل به آمين ولك بمثله. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്റെ അടുക്കലില്ല, നിന്റെ സഹോദരൻ അടുത്തില്ലാത്ത സമയത്ത് നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലെ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ ദുആ ചെയ്യ അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ, ഉസ്താദ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ? എങ്കിൽ പള്ളിയിലെ ഉസ്താദ് എന്നോട് എനിക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു, ഉസ്താദിന് ഞാനില്ല, ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുക. അവന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ചെയ്യാറുണ്ടോ? അവൻ കൊത്തുവാള എടുക്കണേന്ന് നമ്മൾ ചെയ്യും. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യതീഖാനയിലായി കാണണമെന്നുള്ള ആഗ്രഹം നമുക്കുള്ളൂ. നമ്മൾ ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അങ്ങനല്ല. ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാലം, അസൂയ ഉണ്ടാകുന്ന കാലം. ഒരു ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു. പണ്ട് ഒരു കഥയാണ്. പണ്ട് ഗൾഫ് നാടിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളുടെ ഒരു പ്രദർശനം നടന്നു. ഞണ്ടല്ലേ, അറിയോ? ഞണ്ടിനെന്താ? എടഞ്ചി, മനസ്സിലായ? എനിക്ക് കടിക്കുന്ന സാധനല്ലേ? അപ്പൊ ഇത് പല പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിക്കൊക്കെ തിട്ടിരിക്കുക, അടച്ചു വെച്ചിരിക്കുന്നു. എല്ലാത്തിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ട് പോലും ഇല്ല. എല്ലാ ഞണ്ടിന്റെയും കയ്യും കാലും കെട്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കുക. അപ്പൊ ആരോ ചോദിച്ചു, എന്തേപ്പ എല്ലാം അടച്ചിട്ടിരിക്കുന്ന? അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, എല്ലാ രാജ്യത്തിന്റെ പാത്രം അടച്ചു വെച്ചിരിക്കണ്, എന്താപ്പ നമ്മുടെ നാടിന്റെ മാത്രം അടച്ചു വെക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഞണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിഞ്ഞു മുകളിൽ കയറിയ താഴെ നിൽക്കുന്നവൻ തന്നെ വലിച്ചു തറയിലിട്ടേക്കുന്നു. അതാ ഒരാള് നന്നാകുന്നത് മറ്റൊരുത്തൻ ഇഷ്ടമില്ലാത്ത കാലം. അസൂയാണ് നമുക്ക്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹ് നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അതിനർത്ഥം എന്താ? അല്ല, അവൻ ചെയ്യുന്ന അതേ ജോലിയല്ലേ ഞാനും ചെയ്യണേ. ഓനും ഗൾഫിൽ പോയി, ഞാനും ഗൾഫിൽ പോയി. ഓൻ വീടും വെച്ച് വണ്ടി എടുത്തു, എനിക്കൊന്നുമില്ലല്ലോ അല്ലാ, നീ കാണിച്ചത് ശരിയല്ലല്ലോ അല്ലാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസൂയക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നവന്റെ കാര്യം കട്ട പുകയാ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ബോറടിക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളിൽ ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടും, എന്തു ബിസിനസ് ചെയ്താലും ഓൻ രക്ഷപ്പെടും. ഓൻ വിചാരിക്കണം എന്താ? എന്റെ താടി കണ്ടിട്ട് അള്ള തന്നതാ, എന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടല്ല, അള്ളാഹിക്ക് എന്നോട് എന്തോ പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാ. എന്ത് കച്ചവടം ചെയ്താലും ഓൻ അഭിവൃദ്ധി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഉദാഹരണം സഹിതം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കടയുടെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും ഒരു കടയുണ്ടെന്ന് വിചാരിക്കാം. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ എന്ത് ചെയ്യും? എപ്പോ നോക്കിയാലും അവന്റെ കടയിൽ നോക്കിയിരിക്കുക. എന്തല്ല ഓന്റെ കടയിൽ മാത്രം ഇത്ര ആള് പോകുന്നത്? പടച്ചവനെ, ഓനും കൂടെ എങ്ങനെയെങ്കിലും ആളൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ അസൂയ, നമ്മൾ ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ ഒരു കടയുണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഒന്നുകൂടെ നിന്റെ മുന്നിൽ തുറക്കും. അവൻ ഒരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. ഉണ്ടായിരുന്ന നിന്റെ കട പൂട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹ് അവനെ വളർത്തി കാണിക്കും.
അല്ല നിന്റെ കണ്ണിന്റെ മുന്നിൽ ഓനെ വളർത്തി കാണിക്കും. അൽഹംദുലില്ലാഹ്. നമ്മളെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നില്ല, അസൂയല്ലേ. ഇന്ന് വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സിറാജ് ഉസ്താദെ നിങ്ങളുടെ ഡേറ്റ് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 40,000 രൂപ തരുവാണെങ്കിൽ ഡേറ്റ് മേടിച്ച് തരാതെ. ഞാൻ അയാളോട് ചോദിച്ചു, ആ പറഞ്ഞവനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാരണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം കണ്ട. 40,000 രൂപ തരുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് മേടിച്ച് തരാമെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പഠിച്ചവനെ അതിന്റെ പകുതി എനിക്ക് തന്നാൽ മതി, ഞാൻ ഡേറ്റ് തരാമെന്ന്. കാരണം 40,000 രൂപ ഏജന്റിന് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക. ആ ഡേറ്റ് മേടിച്ചു കൊടുത്ത അല്ലാഹ് അവന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരാമീൻ പറ. നിങ്ങൾക്ക് ബുദ്ധി വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടില്ല, ഒരാമീൻ പറ. കാരണം എന്തേ? അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. എടാ, ഇങ്ങനെ അസൂയ വെക്കുമ്പോ ഓരോ മനുഷ്യനെ തകർക്കാൻ നോക്കുമ്പോ അല്ലാഹ് അവരുടെ മുന്നിൽ നമുക്ക് ഇൽമുണ്ട്. ഇരിക്കണ ഉസ്താദന്മാരുടെ അത്ര ഇൽമുണ്ട് നമുക്കൊന്നും ഇല്ലപ്പ. ഇരിക്കണ പണ്ഡിതന്മാര് കിതാബ് ഓതുന്നു, നമുക്കെന്തോ അറിയാം. മൈക്കിന്റെ മുന്നിൽ നിന്ന് വയത് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും അല്ലാഹു നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, അത് വേറെ ആർക്കോ ഉള്ള പണിയാ. അല്ലാഹു മാറാകട്ടെ. നമ്മൾ അങ്ങനെ കാണേണ്ടത്. അല്ലാഹു, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആർക്ക് എനിക്ക് സങ്കടം തോന്നിപ്പോയി. കുറച്ച് അങ്ങനത്തെ ആൾക്കാരുണ്ടോപ്പാ. അധ്വാനിച്ച് ജീവിക്കുക സഹോദര. എന്തിനാവശ്യമില്ലാത്ത പണിക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് വേണമെങ്കിൽ വല്ലാഹി എന്നോട് തന്നെ ചോദിക്കണം. വേറെ ആരോട് വെച്ചാലും കിട്ടില്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഡേറ്റ് വെച്ചിട്ട് തരാത്തതിന്റെ ദേഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു റിസ്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കരുത്, ഒരിക്കലും അസൂയ വെക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണം? നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള കാരണം നമ്മുടെ നാവ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലരും പറയുന്നു, ഉസ്താദേ നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കച്ചവടമില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇടാ, നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവരോട് പറയണേ? നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവനോട് പറയുന്നത്? നീ എന്താ പറയണത്? അളിയാ നല്ല കച്ചവടവാ, 25,000 കിട്ടും, ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്, സുഖം അളിയാ. അവൻ ചോദിച്ചോ നിന്നോട്? അവൻ നിന്നോട് ചോദിച്ചോ? പറഞ്ഞങ്ങാതി. ചിലര് പറയണെന്ത്? എടാ 2 ലക്ഷം രൂപയുണ്ടടാ ഒരു മാസം ലാഭം. എന്നാ അൽഹംദുലില്ലാഹ്. എടാ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച അറബികളോട് ചോദിക്കുക, എന്തുണ്ട്? അൽഹംദുലില്ലാഹ്. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാഹ്. കച്ചവടം ഇല്ലേ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് പറ, നീ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.